ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. നബി തങ്ങൾ പറയുകയാണ്, ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. തെറ്റു ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. പടച്ചവനെ, ഞാനും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, നിങ്ങളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നമ്മളാരും മലക്കുകളല്ല, മനുഷ്യന്മാരാണ്. എല്ലാവരും തെറ്റു ചെയ്യുമടോ. പടച്ചവനെ, ചിലതാ അറിയുന്നു, ചിലതറിയുന്നില്ല. ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് തന്നെ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പാപങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പാടില്ല. പടച്ചവനെ, ആ പാപങ്ങളിൽ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ആ പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ആ മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ തൗബ ചെയ്യണം സഹോദരാ. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. ആ തൗബയുടെ കവാടമടയ്ക്കുന്നതിന് മുമ്പ്, ആ തൗബയുടെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് വേണം മരണപ്പെടേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെയ്യണം സഹോദരാ. മരണം എപ്പോഴാണെന്നറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. പക്ഷേ മരണം എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കാരണം ഏത് സമയത്തും വരുമല്ലോ, ഏത് രാത്രിയിലും കടന്നു വരുമല്ലോ. എപ്പോ വേണമെങ്കിലും ഈ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. പടച്ചവനെ, അതിനു മുമ്പ് തൗബ ചെയ്യണമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മടിയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാൻ. എന്തിനാ സഹോദരാ മടി കാണിക്കുന്നത്? എടോ, നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരാൻ കഴിവുള്ളവനല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കു നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കൂ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ചെയ്തവനാണെങ്കിലും ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപച്ച അല്ല പറയുമ്പോ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പറയാ തയ്യാറായി പോരെ? ഇത് പറഞ്ഞ തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അതാ മായിസ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? മായിസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കേൾക്കാത്തതുപോലെ പറഞ്ഞു, പോമായിസേ പോമായിസേ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബിതങ്ങളെ കേൾക്കാത്തതുപോലെ പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു വിടുകയാണ്. മായിസ് മടങ്ങി പോവുകയാണ്, മായിസ് മടങ്ങി പോവുകയാണ്. മനസ്സിനൊരു സമാധാനമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വരികയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും നബിതങ്ങളുടെ മുമ്പിലേക്ക് മടങ്ങി വന്നു. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബ, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന സ്വഹാബ, മായിസ് എന്തോ വിളിച്ചു പറയുന്നു. കള്ളു കുടിച്ചവരെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. നിങ്ങളൊന്ന് നോക്ക് സ്വഹാബ. സ്വഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കില്ല നബിയേ, മായിസ് കള്ളു കുടിക്കില്ല നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി മൂന്നാമത് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം നബിയേ. പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമെന്ന് എനിക്കറിയാം, നാട് മുഴുവനും അറിയുമെന്ന് എനിക്കറിയാം, എല്ലാവരുടെ മുമ്പിലും നാണം കെടുമെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഞാനിത് പരസ്യമായി അങ്ങയുടെ മുന്നിൽ വന്ന് ഏറ്റു പറയുന്നതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ നബിയേ, അല്ലാഹു നീതിമാനാണെന്ന്, അല്ലാഹു നീതിമാനാണെന്ന് നിങ്ങളല്ലേ നബിയെ പറഞ്ഞത്? ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരാളെ 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ല. നബിയേ, ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയുന്നത്, ഇതിനൊരവസാനമുണ്ട് നബിയേ, ഇതിനൊരവസാനമുണ്ട് നബിയേ. പടച്ചവനെ, മരണം കൊണ്ടെങ്കിലും ഇതിന് അവസാനമുണ്ടല്ലോ. എന്നാ അല്ലാഹുവിന്റെ നരകത്തിൽ അവസാനമില്ലല്ലോ, പരലോകത്തെ ശിക്ഷയ്ക്കൊരവസാനമില്ലല്ലോ, അവിടെ മരണമില്ലല്ലോ നബിയേ, അവിടെ മരണമില്ലല്ലോ നബിയേ. ഈ ദുനിയാവിലൊരു മരണമുണ്ട്, ആ മരണത്തോട് അതിനൊരവസാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഏറ്റു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, സഹോദരാ ചിന്തിക്കടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം അവിടെ നിന്ന് വിധിക്കുകയാണ്. അതാ മായിസിനെ എറിഞ്ഞുകൊല്ലാൻ, മായിസ് എന്ന് പറയുന്ന സ്വഹാബിയെ എറിഞ്ഞുകൊല്ലാൻ. അല്ലാഹുവേ, സ്വഹാബത്ത് അവിടെ നിന്ന് മായിസിനെ എറിയുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. പടച്ചവനെ, ശരീരം വേദനിച്ചപ്പോ മായിസ് എന്ന് പറയുന്ന സ്വഹാബി ഓടുകയാണ്, മായിസ് എന്ന് പറയുന്ന സ്വഹാബി ജീവനും കൊണ്ട് ഓടുകയാണ്. സ്വഹാബത്ത് പുറകെ പോയി. പടച്ചവനെ, അവസാനം മായിസ് ഓടി രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ,
എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മായിസ്. നബിയേ, ശരീരം വേദനിച്ചപ്പോ മരണവെപ്ലാളത്തിൽ അറിയാതെ ഓടിയതാ നബിയേ, അറിയാതെ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷതാ നബിയേ, ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അവസാനമായി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് നാട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സ്വഹാബത്ത് പരസ്പരം പറയുകയാണ്, അതാ വ്യഭിചരിച്ച് എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. മായിസിന്റെ ഖബർ നോക്കിയിട്ട് കൂടെ വന്ന സ്വഹാബത്ത് പരസ്പരം പറയുന്നത് കേട്ടപ്പോ അള്ളാന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാ, നബി തങ്ങളുടെ മുഖമങ്ങ് ചുമക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസിന്റെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ പരിമളമുണ്ട് സ്വഹാബാ. മായിസ് സ്വർഗത്തിലാ സഹാബാ. മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബയില്ല സ്വഹാബാ എന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? സഹോദരാ, തൗബ ചെയ്യണേ, അള്ളാഹുടെ മുമ്പിൽ ഏറ്റു പറയണേ. അള്ളാഹു നീതിമാനാണ്. ഇവിടെ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ. മായിസ് എന്ന് പറയുന്ന സഹാബി നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് ശിക്ഷതാ എന്ന് പറയാനുള്ള കാരണം എന്താ? എന്നെ എറിഞ്ഞു കൊല്ലും, നാട്ടുകാരറിയും, നാണം കെടും, എല്ലാം ശരി തന്നെ. പക്ഷെ ഇതിനൊക്കെ ഒരവസാനമുണ്ട്, മരണത്തോടു കൂടി എല്ലാം തീരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ അവിടെ മരണമില്ല, അവിടുത്തെ ശിക്ഷയ്ക്കൊരു കുറവുമില്ല. പടച്ചവനെ കാലാകാലം ശിക്ഷയാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമതൊരു ശിക്ഷയില്ല. അള്ളാഹു എന്നോട് കരുണ കാണിക്കും. അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷത എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കലല്ല, ആ തെറ്റ് ചുമന്നുകൊണ്ട് നടക്കലല്ല, നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഏറ്റുപറയണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിക്കണം. അതിനേക്കാളും വലുതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പക്ഷെ നമുക്ക് മനസ്സുണ്ടാകുന്നില്ല. നമ്മൾ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോഴേ തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ പുള്ളികൾ വീണ് 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 അവൻ്റെ ഹൃദയം തന്നെ കറുത്തുപോയി. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയുണ്ടാകുന്നില്ല, തെറ്റു ചെയ്യാൻ നമുക്ക് ഭയമുണ്ടാകുന്നില്ല. എന്നാൽ തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറയാനുള്ള മനസ്സുപോലും നമുക്കില്ലാതെ പോകുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടതുപോലെ വെറുതെ കിടന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറയണം. അതിന് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട, ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയൊന്നും വേണമെന്നില്ല, നിലവിളിക്കണമെന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ആ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടാകണം. ആ പറയുന്നത് ഒരു വാക്കാണെങ്കിലും ചുമ്മാതെ കടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഏതുപോലെ പറയണം. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യേണ്ടത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുന്ന സമയം രാത്രി കാലങ്ങളിൽ ഉമർ തങ്ങൾ ഇറങ്ങി നടക്കാറുണ്ട് തന്റെ ജനതയുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഉമർ തങ്ങളുടെ ഓപ്പോസിറ്റ് അവിടെ നടന്നു വരുന്നുണ്ട്. രണ്ടുപേരും മുഖാമുഖം കണ്ടു. ഒരേ വഴിയിലൂടെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ തന്റെ എതിരെ ഒരാൾ നടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങൾക്ക് പരിചയമുള്ള ആളാണ് വരുന്നത്.
ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വല്ലാത്ത ഭയമായി. കാരണം തൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാണ്. തൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാ. ആ കള്ളും പിടിച്ചിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത്. വിപരീത വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഭരണാധികാരി, ഒരു നിയമത്തിൽ അല്പം പോലും വെള്ളം കലർത്താത്ത ഭരണാധികാരി. ആ ഉമർ തങ്ങളാണ് എതിരെ വരുന്നത്. ആ മനുഷ്യന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാ. ഈ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സങ്കടം എന്താ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാണെന്നാ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമായി. അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപമാ അല്ലാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് പടച്ചവനെ, എനിക്കതിൽ കുറ്റബോധമുണ്ട് റഹ്മാനെ. പടച്ചവനെ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റിൽ. അള്ളാഹുവേ, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല അല്ലാ. ആ മനുഷ്യൻ മനസ്സിൽ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ കള്ളു കൊണ്ടുവരികയാ, ഞാൻ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണ്, ചെയ്തു പോയതിന് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല. അള്ളാഹുവേ, നീ എൻ്റെ ഉമറിന്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം, ഉമറിന്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങളുടെ ഓപ്പോസിറ്റിൽ അതാ നടന്നു വരുന്ന കള്ളു പിടിച്ചു കൊണ്ടുവരുന്ന മനുഷ്യൻ പറയുകയാ, ചെയ്യുന്നത് പാപമാ അല്ലാ, ചെയ്യുന്നത് പാപമാ അല്ലാ. സമ്മതിക്കുന്ന പടച്ചവനെ സ്വലാം പറയുകയാണ്. ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? 2 കുപ്പി കള്ളുമായി നടന്നു വന്ന മനുഷ്യനുണ്ടല്ലോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? ആ മനുഷ്യനറിയാം അത് കള്ളാണെന്ന്. ആ മനുഷ്യനറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് കള്ളാണെന്ന്. എന്നിട്ടും ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ല ഖലീഫ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുർക്കയാണ് ഖലീഫ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുർക്കയാണ്. ആ മനുഷ്യനെ പെട്ടെന്ന് പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ മനുഷ്യന്റെ കയ്യിലിരുന്ന കള്ളിന്റെ കുപ്പിയങ്ങ് വേടിക്കുകയാണ്. അത് തുറന്നു നോക്കുമ്പോ സുർക്കയായി മാറിയടോ, ആ കള്ള് സുർക്കയായി മാറിയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവിലുള്ള വിശ്വാസം, ഈ ചരിത്രം 2 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാ, മനുഷ്യനറിയാമ കള്ളാണെന്ന്, കയ്യിലിരിക്കുന്നത് കള്ളാണെന്നറിയാ. എന്നിട്ട് ആ മനുഷ്യൻ അള്ളാനോട് പറയുകയാ, പടച്ചവനെ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതിലെ ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ആ മനുഷ്യൻ അല്ലാഹിൽ പ്രതീക്ഷ വെച്ചടോ. ആ മനുഷ്യൻ അറിയാം എൻ്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്, എന്നെ നാണം കെടുത്തില്ല എന്ന ആ മനുഷ്യൻ ഉറപ്പുണ്ടായിരുന്നു. അത്രയും ഇഖ്ലാസോടുകൂടിയാണ്, ഒരിക്കലും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആ മനുഷ്യന് കള്ള് സുറക്കയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവൻ ആ മനുഷ്യനെ സഹായിച്ചടോ. ഈ ചരിത്രം പറയുന്ന 2ാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? കള്ള് കുടിക്കുന്നവനാകട്ടെ, പലിശ പേടിക്കുന്നവനാകട്ടെ, വ്യഭിചരിക്കുന്നവനാകട്ടെ, ഏതു മനുഷ്യനാണെങ്കിലും അവനെ നാണം കെടുത്താൻ പാടില്ലടോ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട്, ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട്. ആ മനുഷ്യനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ഇവൻ കള്ളുകുടിയനാണ്, ഇവൻ കഞ്ചാവടിക്കുന്നവനാണ്, ഇവന് കള്ളനാണ്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഒരു മനുഷ്യന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്നത്, അതിന്റെ വില നമുക്കറിയാഞ്ഞിട്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു കഅബയെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് വല്ലാത്ത സുഗന്ധമാണ്,
കഅബേ നിനക്ക് വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ നിന്നെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാവരും നിന്നെയൊന്ന് കാണാൻ, നിന്നെ വന്നൊന്ന് തൊടാൻ എല്ലാവരും കൊതിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്, വല്ലാത്ത മഹത്വമുണ്ട്. നബി തങ്ങൾ കഅബാലയം നോക്കിയിട്ട് പറയുകയാ. എന്നിട്ട് പറഞ്ഞു, കഅബേ, ആ കഅബാലയത്തെ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെക്കാളും സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, കഅബാലയത്തോട് പറഞ്ഞു, നിനക്ക് വലിയ സ്ഥാനവും ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. നിന്നെ കാണാനും തൊടാനും ഒക്കെ മനുഷ്യൻ കൊതിക്കാറുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചത്. നീ ഭൂമിയുടെ മധ്യഭാഗത്താണ്, അർശിൻ്റെ നേരെ താഴ്ഭാഗത്ത കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ നിന്നെക്കാളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലയുണ്ട് ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന്. ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുക, ഇവൻ കഞ്ചാബ് കേസിലെ പ്രതിയാ, ഇവൻ കള്ളു കുടിക്കനാ. എടോ, അവൻ കള്ളു കുടിക്കുന്നവനാണെങ്കിലും അവനെ നാണം കെടുത്താൻ പാടില്ല, അവനെ മോശക്കാരനാക്കാൻ പാടില്ല. അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയവനാണെങ്കിൽ അവൻ രക്ഷപ്പെടും. നീ എന്ത് ചെയ്യും? എൻ്റെ ചോദ്യം അതാ. ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി, അള്ളാഹ് അവനും പുറത്തു കൊടുത്തു, നീ എന്ത് ചെയ്യും? നീ ചോദിക്കുന്ന ചോദ്യം, ഉസ്താദെ, അവൻ ചെയ്തതല്ലേ പറഞ്ഞ്, ചെയ്തത് പറയാൻ പാടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രയും ഗൗരവം നമ്മളതിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുക, പടച്ചവനെ, എന്നെ നീ ഇന്ന് രക്ഷപ്പെടുത്തിയാൽ ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല. എന്തു ധൈര്യത്തിലാ ആ മനുഷ്യൻ പറഞ്ഞത്? എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാണെന്ന്. അതിനാടോ തൗബയെന്ന് പറയുന്നേ? ഇഖ്ലാസ് വേണം. വെറുതെ പറഞ്ഞാ പോരാ, ഏതെങ്കിലും ഒരു കാര്യം വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവേ, നീ സമ്മതിക്കണം, ഒരിക്കലും ചെയ്യില്ലെന്നുള്ള തീരുമാനമുണ്ടാകണം, കുറ്റബോധമുണ്ടാകണം. എന്നിട്ട് അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി പറയുമ്പോഴാണ് ആ തൗബ അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളോട്, എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. പറയണേ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുമ്പിൽ എണ്ണി എണ്ണി പറയണം, പടച്ചവന്, ഞാൻ കള്ള് കുടിച്ചു പോയി റബ്ബേ, ഞാൻ കഞ്ചാവടിച്ചു പോയി റബ്ബേ, ഞാൻ പലിശ തിന്നു പോയി റബ്ബേ, ഹറാമിന്റെ ജീവിതത്തിൽ വന്നു പോയി നാഥാ. എന്താണോ ചെയ്തത് സ്റ്റേജിൽ കയറി വിളിച്ചു പറയുന്നില്ല. വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ജുമാ നടക്കുന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പരസ്യമായി പറഞ്ഞ നാണം കെടാനല്ല പറയുന്നില്ല. പിന്നെ എപ്പോഴാണ് പറയേണ്ടത്? എപ്പോഴെങ്കിലും പടച്ചവനെ, ആരാരുമില്ലാത്ത ഒരു സമയത്ത് നിനക്ക് സമയം കിട്ടുമ്പോ ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് പറയാമല്ലോ, പാപങ്ങളോരോ നെന്നി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ, നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിനു തോന്നണമാ, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോന്നും ഓരോന്ന് ഏറ്റുപറ. നിസ്കാരം മുടക്കി റബ്ബേ, അല്ലാഹുവേ, നോമ്പ് മുടക്കി റബ്ബേ, ഇന്ന പാപം ചെയ്തു പോയി റബ്ബേ, സംഭവിച്ചു പോയതാണ് നാഥാ. ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് ചെന്ന് വിജനമായ സ്ഥലത്ത് മോനെ ഇരുട്ടത്തിരിക്കണ, വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും കിടന്നുറങ്ങുമ്പോ നിസ്കാര റൂമിൽ പോയി ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്തിരുന്നിട്ട് നിന്റെ റബ്ബിനോട് എണ്ണി എണ്ണി പറയണേ, കരയണേ പെങ്ങളെ, കരയണേ ചെറുപ്പക്കാരാ. നിന്റെ കരച്ചൽ കേട്ടിട്ട് അല്ലാഹു പോലും സങ്കടപ്പെടണം മോനെ. അല്ലാഹു നിന്റെ
പാപം പുറത്തു തരണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്തോ. മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്തോ. പൊരുത്തം ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചോ. അല്ലാഹുവേ, ചെയ്തു പോയ തെറ്റിന്റെ തൗബ എങ്ങനെന്നറിയോ? എടോ, ചില പാപങ്ങൾ ചെയ്താൽ അല്ലാഹു പുറത്തു തരും. ചില പാപങ്ങൾ പൊറുക്കുന്നത് പടച്ചവനെ പൊരുത്തം ചോദിക്കലിലൂടെയാണ്. അതുകൊണ്ട് സഹോദരാ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കകത്ത് കൊണ്ട് മയ്യത്ത് വെച്ചിട്ടല്ല പൊരുത്തം ചോദിക്കേണ്ടത്. നിന്റെ ജനാസ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് വെച്ചിട്ട് ഇമാമ് പറയുകയാ, ഈ മനുഷ്യൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്ന് ചോദിക്കേണ്ടത് മയ്യത്ത് കിടക്കും പയ്യത്ത് കൊണ്ട് വെച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോ ചോദിക്കടോ. കണ്ണിന്റെ മുമ്പിലൂടെ നടക്കുന്നല്ലോ, നീ പരിഹസിച്ചവന്, നീ വേദനിപ്പിച്ചവന്, നീ നാണം കെടുത്തിയവന് നിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ നടക്കുന്നുണ്ടല്ലോ, അവനോട് ചെന്ന് ചോദിക്കടോ, അവനോട് ചെന്ന് പൊരുത്തം ചോദിക്കൂ. അല്ലാതെ ജനാസയായി പള്ളിക്കകത്ത് പോയി കിടന്നിട്ടല്ല ചോദിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരാ, തൗബ ചെയ്യണേ. ഇത് പറയുമ്പോ നിങ്ങളിൽ പലരും പറയും, ഉസ്താദേ, എനിക്ക് അറബി അറിയില്ല, എനിക്ക് ദുആ ചെയ്യാൻ അറിയില്ല. സഹോദരാ, അല്ലാഹുവിന് എല്ലാ ഭാഷയും അറിയും സഹോദരാ. അല്ലാഹുവിന് എല്ലാ ഭാഷയും അറിയുമടോ. ഒരസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതി. ഇനി നിനക്കൊന്നും അറിയില്ലെങ്കിലും ഒരസ്തഗ്ഫിറുല്ലാഹ് മതി പാപം പൊറുക്കാൻ. പാപം പൊറുക്കാൻ ഒരസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അതും തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, തൗബ ചെയ്യുന്നവന് വല്ലാത്ത മഹത്വമാണ്. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ് നബിയേ, കുടിക്കാനില്ല. കുട്ടികൾക്കും മൃഗങ്ങൾക്കും ഒന്നും കുടിക്കാൻ വെള്ളമില്ല നബിയേ. മഴയില്ലാത്തത് കാരണം വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യണം, അവിടുന്ന് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ, അങ്ങനെ മൂസാ നബി പറഞ്ഞു, എല്ലാവരോടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ, അതാ ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ ഒരു ദിവസം നിശ്ചയിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കടന്നു വന്നടോ. അങ്ങനെ എല്ലാവരും കടന്നു വന്നോ. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹ്, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ്. മനുഷ്യനും നാൽക്കാലികൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല റബ്ബേ, വല്ലാത്ത പ്രയാസത്തിലാണ്. വെള്ളം തരണേ എന്ന്, മഴ തരണേ എന്ന് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ. ദുആ സ്വീകരിക്കണമെങ്കിൽ അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അവൻ അല്ലാഹനെ മറന്നു നടക്കുകയാണ്. അവന് പാപം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ മൂസാ, അവൻ എഴുന്നേറ്റ് പോകാൻ പറ മൂസാ. പടച്ചവനെ, മൂസാ നബി എവിടെന്ന് ചിന്തിക്കുകയാണ്, ആരാ അല്ലാഹ്. 40 കൊല്ലമായി പടച്ചവനെ മറന്നുകൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യനാരാ? 70,000-ഓളം വരുന്ന ജനത മുമ്പിലിരിക്കുന്നുണ്ട്. 70,000-ഓളം വരുന്ന ആൾക്കാരിരിക്കുന്നുണ്ട്. ആരാ അല്ലാഹ്? മൂസാ നബി പറഞ്ഞു, 40 കൊല്ലമായി അല്ലാഹുവിനെ മറന്നുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന ആരോ ഈ മജ്ലിസിലുണ്ട്. ഒന്നെഴുന്നേറ്റ് പോകണേ, ഒന്നെഴുന്നേറ്റ് പോകണേ. അല്ലാഹുവിന്റെ പ്രവാചകനതാ മൂസാ നബി അലൈഹിസ്സലാം അവിടെന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്,
ആരാ അല്ലാ? 40 കൊല്ലമായി പടച്ചവനെ പറന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യനാരാണ്? അല്ലാഹുവേ, എല്ലാവരും നോക്കുന്നു ആരാ എഴുന്നേക്കുന്നത്? ഒരു മനുഷ്യനും എഴുന്നേക്കുന്നില്ല. ആ പാപം ചെയ്തവനും ഇത് കേൾക്കുകയാണ്, ആ തെറ്റു ചെയ്തവനും അവന് കേൾക്കുകയാണ്. അവൻ ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്. അല്ലാഹുവേ, ഞാൻ അത്രയും വലിയ പാപിയാണോ അല്ലാ? ഞാൻ അത്രയും വലിയ അപരാധം ചെയ്തവനാണോ? ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞടോ, ആ മനുഷ്യന്റെ കണ്ണ് നിറയുകയാണ്. ചെയ്തു പോയ പാപങ്ങൾ ആ മനുഷ്യൻ ഓർമ്മ വരികയാണ്. ആ മനുഷ്യന്റെ തലയങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. എങ്ങനെയാണ് നിന്റെ അടുക്കൽ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പടച്ചവന്. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. എന്റെ പാപം പൊറുക്കണേ അല്ലാ. എന്റെ ദുആ നീ സ്വീകരിച്ചാൽ, എന്റെ ദുആ നീ സ്വീകരിച്ച അല്ലാ. 40 കൊല്ലമായി പടച്ചവനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യൻ പറയുകയാ, എന്റെ പാപം പൊറുക്ക് റബ്ബേ, ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ. അല്ലാഹുവേ, എന്റെ ദുആ സ്വീകരിച്ച മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴയുടെ അടയാളം കാണുകയാണ്. ജനങ്ങൾക്ക് മുഴുവനും വല്ലാത്ത സന്തോഷമായി. ആകാശത്തിന്റെ പെരുമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്കും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ സന്തോഷം കൊണ്ട് ഓടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ഒരാള് പോലും എഴുന്നേറ്റില്ല. പിന്നെ എങ്ങനെയാണ് പടച്ചവനെ മഴ ലഭിച്ചത്? ഒരാള് പോലും എഴുന്നേക്കാതെ എങ്ങനെയാണ് മഴ ലഭിച്ചത്? അതാ പറയുന്ന മൂസാ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞാ മതി നിന്റെ പാപം പൊറുക്കാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നബി തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയുമായിരുന്നു. ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം